നമസ്കാരം, റൺമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ദളിത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ പുന്നല കറൂർ പെരുന്തോലിൽ വനമേഖലയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഓലപ്പാറ സ്വദേശി 36 വയസ്സുകാരനായ ഓമനക്കുട്ടന്റെ മൃതദേഹമാണ് പെരുന്തോലി വനമേഖലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുള്ളതായി പോലീസ് പറയുന്നു. ഞങ്ങൾ എന്തിനാ ഇവരെ ഒന്നും പേടിച്ച് ജീവിക്കാനൊന്നും പറ്റത്തില്ല. അവന്റെ കാലും കയ്യും അടിച്ചൊടിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ കൊല്ലാൻ പറഞ്ഞില്ലെന്ന ആ സ്ത്രീ പറഞ്ഞു. ഈ അനിൽകുമാറിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് സുധീർ ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. സുധീർ പാവങ്ങൾക്ക് ദ്രോഹിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ്. പത്ര റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ കേസൊന്നും പത്രത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മരിച്ചത്. എൻ്റെ അമ്മയുടെ ചേട്ടത്തിന് മോനെ. പക്ഷെ സംഭവത്തിൽ നടന്നത് നേരത്തെ നമ്മുടെ തൊടിക്കണ്ടം ജംഗ്ഷനിൽ കടയുണ്ട്. ഇന്ന് നമ്മുടെ അനിലിൻ്റെ ഭാര്യയായിട്ട് ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിൽ ചൊല്ലി അവർ വ്യാഴാഴ്ച വിളിച്ച ചെറിയ വിഷയം നടന്നവിടെ. അതുകൊണ്ട് ആ ട്യൂബ് കത്തിച്ച് ആ ഭാഗത്ത് ബോഡി കിടന്നു. അത് കത്തിച്ചത് ഞാനാ, ട്യൂബ് കത്തിച്ചത് ഞാനാ. എന്ന് വെച്ചാൽ ഈച്ച പോകാൻ വേണ്ടി. ബോഡി 2 ദിവസത്തെ പഴക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ട്യൂബ് കത്തിക്കാൻ പോലീസുകാർ വാറണ്ടി തന്ന് അങ്ങനെ കത്തിച്ചത് ഞാൻ. എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ വായും ബഹളവും വെച്ച് ചേട്ടൻ 2 അടി കൊടുത്താലും നിന്ന് കൊള്ളത്തേ ഉള്ളൂ. ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ അറിഞ്ഞ് പെരട്ടി ഒരു പരുവാക്കി. പിന്നെ പോരാത്തതിന് ഞാനിതുണ്ടോ ഇവിടെ നെഞ്ചാമൂടിയെല്ലാം ചവിട്ടി ഒരു ഇത് പറ്റി കിടക്കുക. ഈ ബോഡി ഇവിടുന്ന് കിട്ടിയതാ. ഇതുണ്ടോ ഈ നെഞ്ചൊക്കെ കലങ്ങിയ ഒരു പരുവാക്കി. 2 ദിവസത്തെ പഴക്കം. സംഭവം നടന്നറിയാം. ഇത് സംഭവം ശനിയാഴ്ച വൈകിട്ട് നടക്കുന്നു. തിങ്കളാഴ്ച ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നു. ശനിയാഴ്ച വൈകിട്ട് പുള്ളി ഇവിടെ വന്ന് ഇവിടെ തൊട്ടപ്പുറത്തൊരു ഷെഡുണ്ട്, കാവലാന്ന് പറഞ്ഞു. ആ കാവലിന് വന്നിട്ട് അയാൾക്കുള്ള കൂടെ സഹകരിച്ചുകൊണ്ട് വെക്കുന്ന റഹ്മാൻ ഷാജി എന്ന് പറഞ്ഞ പിള്ളേ, ആ പുള്ളിയും ഇയാളും കൂടെ കാവൽ ചെയ്യുന്നത്. പക്ഷെ അയാളെ ഇത് ചെയ്തു കൂടെ നടക്കുന്ന പുള്ളിയാ ഈ റഹ്മാൻ. ഇത് കാരണം എന്ന് വെച്ചാൽ തൊട്ട് അടുത്തൊരു കടയുണ്ടായിരുന്നു. ആ കടയിലെ അവിടുത്തെ ഈ അനിൽകുമാർ എന്ന് പറഞ്ഞ വൈഫിനെ ഇയാൾ ചീത്ത വിളിച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പേ. അയാൾ ആ പെണ്ണുമ്പുള്ള തലയ്ക്കൊരു വെട്ട് ഈ അനിൽകുമാറിന്റെ പെണ്ണുമ്പുള്ള ഇങ്ങനെ ഒരു നീളത്തിൽ ഒരു വെട്ട് പറ്റി. ഇപ്പൊ ഈ മരിച്ചു കിടന്ന പുള്ളിക്കാരൻ വെട്ടി ഒരു വിഷയം ഉണ്ടായി. അത് പറഞ്ഞ് അതിന് പകരമായിട്ട് പിറ്റേ ഞായറാഴ്ച വൈകിട്ട് ഒരു സംഘർഷം നടക്കുന്നു. അന്നേരം അവിടെ വെച്ച് പറയുകയും ചെയ്ത്, പിന്നെ പോലെ ചേട്ടാ എന്നെ ഇനി ഉപദ്രവിക്കല്ലേ, എൻ്റെ ഭാഗത്ത് നിന്ന് മദ്യവെച്ചിട്ട് ഒരു തെറ്റ് പറ്റിപ്പോയി പറഞ്ഞ് കാല് പിടിച്ചിട്ട് പിറ്റേന്ന് തിങ്കളാഴ്ച ഉച്ചയായപ്പോഴാണ് ബോഡി കാണുന്നത്. പിന്നെ ആൾക്കാർ പറയുന്നത് കേട്ട്, എന്ന് വെച്ചാൽ ആൾക്കാർ പറയുന്നതല്ല, കണ്ടവരുണ്ട്. കൂട്ടയ്ക്കകത്ത് റഹ്മാൻ ഷാജി വണ്ടി ഓടിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചാത്തനെ കയറ്റിയിരുത്തി. ചാത്തൻ്റെ തൊട്ട് പുറകെ ഈ അനിൽകുമാർ കയറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ വെട്ടിയ പെണ്ണുമ്പിള്ളയുടെ ഭർത്താവും പിന്നെ മറ്റേത് ഈ റഹ്മാൻ എന്ന് പറഞ്ഞു. ഇപ്പൊ പ്രതിയായ പുള്ളിക്കാരൻ. ഇപ്പൊ റഹ്മാനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. മെയിൻ പ്രതിയുണ്ട്. അയാളെ ഇതുവരെ അയാൾക്കുള്ള അറിവ് കാര്യമൊന്നും കിട്ടിയിട്ടില്ല. പോലീസുകാർ പറയുന്നത് കണ്ടിട്ടുണ്ട്, ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇനി കിട്ടിയോന്നൊന്നും നമുക്കറിയത്തില്ല. ബോഡി കണ്ടേന്ന് വെച്ചാൽ ഇവിടെ ഇഞ്ച അടിക്കാൻ എന്ന് പറഞ്ഞ ഒരു പുള്ളി വരും. പക്ഷെ ഇവിടെ ഇഞ്ച ഇല്ലാത്തൊരു ഏറിയ. അങ്ങനെ സുഗതൻ എന്ന് പറഞ്ഞ പുള്ളിയെ ഈ പുള്ളിക്കാരനെ കാണുന്നത്. ഇങ്ങനെ വന്നപ്പോൾ പുള്ളി ജസ്റ്റ് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത്. ഈ തെളിഞ്ഞ കിടക്കുന്ന വഴിക്കകത്ത കാണുന്നത്. പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നല്ല പ്രതികരണമായിരുന്നു. എന്ന് വെച്ചാൽ അവർ ആത്മവിശ്വാസത്തോട് പറയുക, ബാക്കി ഒരു പ്രതിയെ കൂടെ കണ്ടിന്യൂ ആയിട്ട് പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയതായാണ് പ്രാഥമിക നിഗമനം. സുഹൃത്തായ റഹ്മാൻ ഷാജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 1-ാം പ്രതി എന്ന് കരുതുന്ന അനിൽകുമാർ എന്നയാളിനെ പോലീസ് തിരയുന്നു. അനിൽകുമാറിന്റെ ഭാര്യയെ ശല്യപ്പെടുത്തിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നു. പത്തനാപുരം പോലീസ് SHO R ബിജുവിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.